ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് ബോക്സ് തയ്യാറാക്കലാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറന്നല്ലോ. നേഹയ്ക്ക് എന്നും ചോറ് കൊണ്ടുപോയി ഇത് മടുപ്പായി തുടങ്ങിയപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സബോള 2 സബോള എടുത്തിട്ട് ചോപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ചോപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്തു. 2 ക്യാരറ്റ്, അത് ഞാൻ നീളനെയാണ് അരിഞ്ഞത് കേട്ടോ. പിന്നെ കുറച്ച് ക്യാബേജ്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, അതും ഞാൻ ഒരു എന്താ പറയുക നീളനെ അരിഞ്ഞു. അതൊക്കെ ഒന്ന് വാട്ടിയിട്ട് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി കൊണ്ട് നൂഡിൽസ് കേട്ടോ. ചപ്പാത്തി നൂഡിൽസ്. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ വേവിച്ച് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വാട്ടിയെടുക്കാം. ഒരു തക്കാളി ഇടാം, ഒരു തക്കാളി ഇടാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വാട്ടിയെടുക്കണം. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വാട്ടിയെടുക്കാം. വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 സ്പൂൺ പച്ചമുളക് വേണവർക്ക് അങ്ങനെ ഇടാം. അത് കറക്കി കളയേണ്ട മടിക്ക് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്നിൻ്റെ പൊടിമണം പോണ വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അതിളക്കിയതിന് ശേഷം ഇപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി അതൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ കുട്ടികൾ പച്ചക്കറി കഴിക്കുകയും ചെയ്യും. അവർക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നും. ഒരു വെറൈറ്റിക്ക് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതാണ്. പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഉറപ്പായാലും ഇഷ്ടമാവും. പിന്നെ നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു നുള്ള് ഒരു 1/2 ടീസ്പൂൺ വേണ്ട, കുറച്ച് ഒരു ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ എനിക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ആ മുട്ടയുടെ മുകളിലേക്ക് ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മുട്ടയിൽ ഉപ്പില്ലാത്ത പോലെ നമുക്ക് തോന്നും. എന്നിട്ട് അത് നമ്മളിങ്ങനെ പൊത്തിപ്പൊരിക്കാന്ന് പറയില്ലേ, ചക്കച്ചക്കരാന്ന് പറഞ്ഞിട്ട് പൊത്തിപ്പൊരിക്കുക. പച്ചക്കറി അതൊന്ന് വേവിച്ചതിന് ശേഷം പച്ചക്കറി ഇതൊക്കെ ആക്കിയിട്ട് ഒന്ന് പൊത്തിപ്പൊരിച്ച് എടുക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി നമ്മൾ റോൾ ചെയ്തിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നൂല് പോലെ കിട്ടും. അതായിരിക്കും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയ്ക്കുള്ള പണിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടാവും. അതൊരു ലേശം ഇടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എരിവ് കൂട്ടായത് കുട്ടികൾക്ക് കഴിക്കാനുള്ളത് കൊണ്ട് വല്ലാണ്ട് എരിവ് വേണ്ട, അവർ കഴിക്കില്ല പിന്നെ അത്. അപ്പോൾ ഇതിലേക്ക് നമ്മളത് ചപ്പാത്തിയുടെ ഇതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒന്ന് പിന്നേരം മൂടി വെച്ചതിന് ശേഷം നമ്മളത് ലഞ്ച് ബോക്സിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഇത് തന്നെയാണ് കേട്ടോ അവൾ കഴിച്ചു പോയത്. എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും. അപ്പോൾ ഞാൻ ഇത്തിരി അധികം ഉണ്ടാക്കി, ഒരു 4-5 ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അത് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നേഹയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് ബോക്സിൽ തയ്യാറാക്കി കൊടുത്തത്. ഉച്ചയ്ക്ക് വളരെ ഇഷ്ടമായെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞോളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതെന്തായാലും ഇഷ്ടപ്പെടും. ചപ്പാത്തി കഴിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെയായാലും, അപ്പോൾ വെജിറ്റബിൾ കഴിക്കാത്തവരുണ്ടായാലും, കുട്ടികൾക്ക് മടിയാണല്ലോ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും പ്ലേറ്റ് കാര്യമാണെന്ന് ഇവർ അറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.